കോഴിക്കോട് ജില്ലയിലെ ചരിത്രപ്രധാനമായ കടൽത്തീരമാണ് കൊയിലാണ്ടിക്കടുത്തുള്ള കാപ്പാട് കടപ്പുറം. പോർച്ചുഗീസ് കപ്പിത്താനായ വാസ്കോ ഡ ഗാമയുടെ നേതൃത്വത്തിലുള്ള വാണിജ്യ സംഘം 1498 ഇവിടെ എത്തി. വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങുമ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്നത് ശക്തരായ സാമൂതിരിമാരായിരുന്നു. മലബാർ എന്ന് സുഗന്ധവ്യഞ്ജനങ്ങൾ, കാലിക്കോ, പട്ടുതുണികൾ എന്നിവയ്ക്ക് പ്രശസ്തമായിരുന്നു. കോഴിക്കോട്ട് നിന്നും 18 കിലോമീറ്റർ അകലത്തിലാണ് കാപ്പാട് ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. വാസ്കോ ഡ ഗാമ ഇവിടെ കപ്പലിറങ്ങി എന്ന പേരിൽ ഈ തീരം പ്രസിദ്ധമായെങ്കിലും ഇവിടെ നിന്ന് ഏതാനും നാഴിക വടക്കോട്ട് മാറി പന്തലായനി കടപ്പുറത്താണ് ഇറങ്ങിയതെന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത്. ഇതോടെ കേരളമാകെയും മലബാർ തീരം പ്രത്യേകിച്ചും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. കേരളത്തിൻ്റെ വ്യാപാര വഴികൾ വീണ്ടും വികസിക്കാൻ ഈ കടലോരം നിമിത്തമായി. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങളും സമ്പത്തുമായിരുന്നു പുരാതന കാലം മുതൽക്കേ തന്നെ അറബികൾ, ഫിനീഷ്യർ, ഗ്രീക്കുകാർ, റോമാക്കാർ, പിൽക്കാലത്ത് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ തുടങ്ങിയവരെ ഇങ്ങോട്ട് ആകർഷിച്ചത്. പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ ഇവിടെ 170 നാവികരും ഒത്ത് കപ്പലിറങ്ങി. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള നീണ്ടതും കോളിളക്കം നിറഞ്ഞതുമായ രാഷ്ട്രീയ ബന്ധത്തിന്റെ തുടക്കമായിരുന്നു അത്. വാസ്കോ ഡ ഗാമയുടെ യാത്ര യൂറോപ്യന്മാർക്ക് മലബാർ തീരത്തേക്ക് സമുദ്രമാർഗം നൽകി. ഇന്ത്യയിലെ 450 വർഷത്തോളം നീണ്ട യൂറോപ്യൻ അധിനിവേശത്തിനും ഇത് കാരണമായി. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കടൽ തീരവും പാറക്കെട്ടുകളും കൊണ്ട് പ്രസിദ്ധമാണിപ്പോൾ ഈ തീരം. തദ്ദേശീയർക്കിടയിൽ ഈ സ്ഥലം കപ്പക്കടവ് എന്നും അറിയപ്പെടുന്നു. ൽ പരിസ്ഥിതി സൗഹൃദ ബീച്ചുകൾക്ക് നൽകുന്ന രാജ്യാന്തര ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റിന് രാജ്യത്തെ 8 തീരങ്ങളോടൊപ്പം കാപ്പാട് തീരത്തെയും തിരഞ്ഞെടുത്തിരുന്നു. ഇപ്പോൾ ദിനംപ്രതി 100 കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് കാപ്പാട്. മലബാറിലെ പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന സ്വദേശികളും വിദേശികളുമായ ടൂറിസ്റ്റുകൾ അവരുടെ സന്ദർശന പട്ടികയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി കാപ്പാടിനെ പരിഗണിക്കുന്നു. തദ്ദേശീയരും സമീപ പ്രദേശങ്ങളിലുള്ളവരും വൈകുന്നേരങ്ങളിലെ ഒരു വിശ്രമ കേന്ദ്രമായി കാപ്പാടിനെ കണക്കാക്കുന്നു. സഞ്ചാരികളെ ആകർഷിക്കാൻ തക്ക സുന്ദരവും വിസ്തൃതവുമായ കടൽത്തീരം കൊണ്ട് അനുഗ്രഹീതമാണ് കാപ്പാട് ബീച്ച്. വാസ്കോ ഡ ഗാമയുടെ സ്മരണാർത്ഥം ബീച്ചിൻ്റെ വടക്കേയറ്റത്ത് കാപ്പാട് ബസാറിലേക്കുള്ള ജംഗ്ഷനിൽ ഒരു സ്മാരക സ്തൂപം സ്ഥാപിച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ, പ്രത്യേകിച്ച് വാരാന്ത്യങ്ങളിൽ ഈ ബീച്ചിൽ നല്ല തിരക്കനുഭവപ്പെടാറുണ്ട്. ഇപ്പോൾ സഞ്ചാരികളുടെ സുരക്ഷിതത്വത്തിനായി താൽക്കാലിക പോലീസ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്.